12 നക്ഷത്രമുടിയുള്ളോരമ്മേ, പാതാരബിംബത്തിൽ ചന്ദ്രൻ. 12 നക്ഷത്രമുടിയുള്ളോരമ്മേ, പാതാരബിംബത്തിൽ ചന്ദ്രൻ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം വിശുദ്ധ മാതാവിൻ്റെ ദീർഘക്ഷമയെ പറ്റിയാണ്. ദൈവം നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട കന്യാമറിയാമിനെ നൽകിയത് സർവ്വസൽ ഗുണങ്ങളുടെയും മാതൃകയായിട്ടാണ്. പ്രത്യേകിച്ച് ക്ഷമയുടെ മാതൃക നമുക്ക് കാട്ടിത്തന്നു. മാതാവിൻ്റെ ജീവിതം ഉടനീളം ക്ഷമയുടെ ഉദാഹരണം നമുക്ക് കാണാൻ കഴിയും. ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട നിമിഷം മുതൽ നമുക്കിത് കാണാം. ആഗമനകാലം നമ്മുടെ കാത്തിരിപ്പിൻ്റെ സമയമാണ്. ഈ കാലം നമ്മുടെ ക്രിസ്തുവിൻ്റെ വരവിനെ നോക്കി പാർക്കുന്നു. കന്യകമറിയം നമ്മെക്കാളും മേലെ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ 9 മാസം ക്രിസ്തുവിൻ്റെ ജനനത്തിനായി ക്ഷമയോടെ കാത്തിരുന്നു. അമ്മയുടെ ഈജിപ്തിലെ യാത്രയും അവിടെ താമസിച്ച സമയത്തും നസ്രത്തിൽ തൻ്റെ പുത്രനോടൊത്ത് താമസിച്ച സമയത്തും അമ്മ ഏറെ കഷ്ടപ്പാട് സഹിച്ചു. സ്വന്തം മകൻ്റെ ക്രൂശമരണം കണ്ട് സഹിച്ച സമയം ഓർത്താൽ അമ്മയുടെ ക്ഷമയുടെ ആഴം നമുക്ക് മനസ്സിലാക്കാം. നാം അമ്മയുടെ മക്കളാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അമ്മയുടെ ക്ഷമയെ നാം നമ്മുടെ ജീവിതത്തിലും പകർത്തിയെടുക്കണം. അമ്മയെപ്പോലെ നാമും നമ്മുടെ പ്രയാസഘട്ടങ്ങളിൽ ക്രിസ്തുവിൻ്റെ പ്രത്യാശയോടും സന്തോഷത്തോടും കാത്തിരിക്കണം. സ്വർഗസിംഹാസനത്തിൽ ഇരുന്ന് മാതാവ് ക്ഷമ നമ്മെ കാണിച്ചു തരുന്നു. നാം ദൈവത്തിൻ്റെ വഴിവിട്ട് ദൈവകൽപ്പന അനുസരിക്കാതെ നമുക്ക് ഇഷ്ടത്തിനൊത്ത് ജീവിക്കുമ്പോൾ അമ്മ ക്ഷമയോടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 13 വാക്യം ഇപ്രകാരം പറയുന്നു: അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. നമുക്കും പ്രാർത്ഥിക്കാം, അവസാനത്തോളം ക്ഷമയോടെ സഹിച്ചു നിൽപ്പാൻ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൂര്യവസ്ത്രം നീ അണിഞ്ഞിരിക്കുന്നു, സൂര്യനെക്കാളും നീ തേജസ്വിനി. സൂര്യവസ്ത്രം നീ അണിഞ്ഞിരിക്കുന്നു, സൂര്യനെക്കാളും നീ തേജസ്വിനി.